അല്ല തുമ്പി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ? അമ്മമാരറിഞ്ഞ സീനാവും. അതുകൊണ്ട് വെച്ചു, അതിന് നമ്മള് അമേരിക്കയിലോട്ടൊന്നല്ലല്ലോ പോകുന്നേ, അപ്പുറത്തെ പറമ്പിലോട്ടല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ പോകുന്ന വീടിന്റെ മുമ്പിലൂടെ തന്നെയല്ലേ? എടി, നീ മന്ദബുദ്ധിയാണോ അല്ലെങ്കിൽ മന്ദബുദ്ധിയായി അഭിനയിക്കാണോ? നീ എന്നെ കളിയാക്കാതെ പ്ലാൻ പറ. എടി, നമ്മൾ സ്ഥിരം പോകുന്ന വഴിയില്ലേ, അതിലൂടെ പോവാ. മതിൽ ചാടാനോ? ഓ ഈശ്വരാ, നീ മൊത്തത്തിൽ കൊളാക്കുപ്പോ. അമ്മ കേൾക്കൂടി, പതുക്കെ പറ. അതിന് ആന്റി ഇവിടെ അല്ലല്ലോ. അമ്മ ഇവിടെ പോയി? എന്റെ വീട്ടിൽ പോയതാ. അവിടുന്ന് അമ്മമ്മന്റെ അടുത്ത് വിത്തുണ്ടെന്ന് പറഞ്ഞ് കൃഷി ചെയ്യാ, അത് വാങ്ങാൻ പോയതാ. അമ്മ ഇവിടെ ഇല്ലേ? എന്നാ നമുക്ക് നേരെ പോവാ. അല്ലെങ്കിൽ അത് വേണ്ട, പാറു കണ്ടാ പ്രശ്നമാവും. നമുക്ക് മതിൽ ചാടാ. എന്നാ നീ വേഗം വാ. അല്ല, ഇപ്പൊ നല്ല മഴയല്ലേ, മതിൽ വഴുക്കി വീണാലോ? നീ ഒന്ന് പോയേ. ഇതൊക്കെ എന്ത്? വാ, നമുക്ക് വേഗം ചാടാം. അയ്യോ അമ്മേ, ഞാൻ വീണെന്റെ തല പൊട്ടിയേ. അയ്യോ തുമ്പി, എന്താ പറ്റിയേ? എങ്ങനെ നീ വീണേ? ലച്ചു, അന്നും വിട്ടു നിൽക്കാതെ ആന്റിയെയും അങ്കിളിനെയും വിളിച്ചു വാ. അയ്യോ അമ്മേ, എനിക്ക് കയ്യേ. അയ്യോ, എന്റെ തല പൊട്ടി, എന്റെ കൈ പൊടിഞ്ഞേ. ഒന്നും പറ്റിയിട്ടില്ല, നീ പേടിക്കണ്ട. നെറ്റിയിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ. അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റിയേ? എന്താ മോളെ പറ്റിയേ? മക്കളെ, എന്താ മോക്ക് പറ്റിയേ? ഒന്ന് പറ. അങ്കിൾ, തുമ്പി മതിൽ ചാടിയതാ, അപ്പൊ വഴിക്ക് വീണതാ. ഈശ്വരാ, നെറ്റിമലൊക്കെ മുറിവുണ്ടല്ലോ. കൃഷ്ണേട്ടാ, അവളെ എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട അമ്മേ, എന്നെ സൂചി വെക്കാം. എനിക്ക് പേടിയാ, ഞാൻ പോവില്ല. ഇത് ചെറിയ മുറിവല്ലുള്ളൂ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ പെയിനല്ലുള്ളൂ. ഇത് ചെറുതായിട്ട് ഒന്ന് ഒരതിയതാ. അത് മുറികൂട്ടി എന്തെങ്കിലും വെച്ച് റെഡിയാക്കാം. നമുക്ക് വാ, ഹോസ്പിറ്റലൊന്നും പോവേണ്ട. വാ വാ, അച്ഛനെടുക്കാം. തുമ്പി, മോള് കിടന്നോട്ടോ, അമ്മ ജ്യൂസ് ആയിട്ട് വരാം. കുറച്ച് പെയിൻ ഉണ്ടാവും. പിന്നെ കിങ്ങിനെ അവിടെ കിടക്കുന്നുണ്ട്, അവൾ എണീക്കുമ്പോ പറയണേ. സാരില്ല, അമ്മ പറയാറില്ലേ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കരുതെന്ന്. കുറച്ച് കഴിയുമ്പോ പെയിനൊക്കെ മാറിക്കോളും. അമ്മ ജ്യൂസും കൊണ്ടുവരാം, അത് കുടിച്ചിട്ട് മോൾ ഇറങ്ങിക്കോ.